വ്യാസ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൈകോർത്ത കാലം 40 വയസ്സിനുള്ള മുകളിലുള്ള കളിക്കാർക്ക് വേണ്ടിയുള്ള ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബ്ബ് വടക്കാഞ്ചേരിയുടെ ജേഴ്സി സ്പോൺസർ ചെയ്തു. കൈകോർത്തകാലം കൂട്ടായ്മയ്ക്ക് വേണ്ടി മുഹമ്മദ് നജീബ്, സുരേഷ് കണ്ടമട്ടിൽ, ഫ്രണ്ട്സ് എഫ്സിക്ക് വേണ്ടി റഫീഖ്, ഷറഫൂസി, മജീദ് AM, ബാബുരാജൻ കിഴക്കെടുത്ത് എന്നിവർ സന്നിഹിതരായി. നല്ലൊരു സന്ധ്യ, നല്ലൊരു ഈവനിങ്. വ്യാസ കോളേജിന്റെ 90 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ കൈകോർത്ത് നടന്നൊരു കാലം അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, അതും പ്രത്യേകിച്ച് ഫുട്ബോളിന് വേണ്ടിയിട്ട്, അതും എസ്പെഷ്യലി വടക്കാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു ക്രെഡിബിലിറ്റി പോലെ എനിക്ക് തോന്നുന്നത്. വലിയൊരു ക്രെഡിബിലിറ്റിയും എല്ലാം കൂടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ ടീമുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഒരു 9 മാസം കൊണ്ട് 11 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ച് ഒന്നിര ടീമുകൾക്കൊപ്പം കളിച്ച് ഉയരാൻ വടക്കാഞ്ചേരി ഫുട്ബോളിന് ആയിട്ടുണ്ട്. അതിൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി 40 കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എല്ലാ ആൾക്കാരും. ആ പക്വത എപ്പോഴും ആ ഫുട്ബോളിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ പറയുമ്പോഴും പറയാൻ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ വ്യാസ കോളേജിൽ പഠിച്ച കൂട്ടുകാരന്മാരിൽ നമുക്കൊക്കെ അനുഗ്രഹമായിട്ട് കിട്ടിയത് ബാബേട്ടനാണ്. ബാബേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു പരിപാടിയൊന്നും ഇങ്ങനെയുള്ളൊരു ഗ്രൗണ്ടൊന്നും നടന്നിരുന്നില്ല. കാരണം 10-35 വർഷമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുക. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തോടൊപ്പം തന്നെ ഞാനിങ്ങനൊരു ഫുട്ബോൾ ക്ലബിനെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഫുട്ബോൾ ജേഴ്സി സ്പോൺസർ ചെയ്യാൻ പറയുക. അതൊരു ചെറിയ എമൗണ്ട് ഒന്നല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ ക്ലബിന് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഈ പൈസ സ്പോൺസർ ചെയ്ത എല്ലാ സുഹൃത്തുക്കളും എനിക്കറിയില്ല, എല്ലാവരും പല ആളുകളും എനിക്ക് ഫെമിലിയറാണ്, പല ആളുകളും എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഈ പ്രായത്തിൽ ഫുട്ബോളിനെ പ്രേമിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നീ കാണിച്ച ഈ സൗഹൃദ കൂട്ടായ്മ. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും മനസ്സിലുണ്ട് കളിക്കാനുള്ളത്. നിങ്ങളൊക്കെ ഒഴിവുള്ള സമയത്ത് പന്ത് കളിക്കാൻ വരണം, എല്ലാപ്പോഴൊക്കെ ഒരുമിച്ച് കൂടണം. ഇതൊരു പരിപാടി തന്നത് അവസാനിപ്പിച്ചു, ഇനി ആ ടീമിനായിട്ടൊരു ബന്ധമില്ല, അങ്ങനൊന്നും. ഞങ്ങളൊക്കെ എന്നും ഇപ്പൊ ഞാനും എന്റെ കൊളീഗ്സും എന്നും നിങ്ങൾ തന്നെ ഓർത്തിരിക്കും. അപ്പോ ഇനി വരുന്ന ആളുകളിൽ നല്ലൊരു ഫുട്ബോൾ ക്ലബ്ബായി മാറി നല്ല കപ്പുകളൊക്കെ നേടാൻ നമുക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിന്നെ ക്ലബിന്റെ പല കാര്യങ്ങൾ എടുത്തു പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരു 3-4 റണ്ണറപ്പായിട്ടുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് കപ്പ് നമുക്കുണ്ട്. അതേപോലെ തന്നെ വ്യക്തിഗതപരമായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ CB നല്ലൊരു ഗോളിയായിട്ട് പല കളികളിലും നല്ല ഗോളികളെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. നല്ല ഫോർവേഡുകളിൽ മജുവിനെ കിട്ടിയിട്ടുണ്ട്, നല്ല വിങ് ബാക്കായിട്ട് ജിജോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല എല്ലാ ആൾക്കാരും കഴിവിനെ മികവ് കാണിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണ ബാബു ചേട്ടന്റെ സുഹൃത്തുക്കളായി നിൽക്കുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ആൾക്കാരോടും ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് നന്ദി എന്ന് പറഞ്ഞ വാക്ക് ഒതുക്കാൻ പറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് അത് ഫംബ്ലിങ് വരുന്നത്. എന്നാലും പ്രത്യേകം നന്ദി പറയാണ്. ഏകദേശം 300 അംഗങ്ങളുള്ള കൈകോർത്തകാലം ഈയിടെ ഭിന്നശേഷിയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന തൃശൂരിലെ അംഹയിൽ സന്ദർശനം നടത്തുകയും സംഘടനയിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു. ഫ്രണ്ട്സ് FC വടക്കാഞ്ചേരി 1 വർഷം തികയ്ക്കാൻ ഇനിയും മാസങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഫ്രണ്ട്സ് FCയുടെ നേട്ടങ്ങൾ: 3 റണ്ണറപ്പ് ട്രോഫികൾ, 3 സെമി ഫൈനലുകൾ, 3 ബെസ്റ്റ് ഗോൾ കീപ്പർ ട്രോഫികൾ, 2 ബെസ്റ്റ് ഫോർവേഡ് ട്രോഫികൾ, 1 ബെസ്റ്റ് സ്റ്റോപ്പർ ബാക്ക് ട്രോഫി, നിരവധി ഉദ്ഘാടന മത്സരങ്ങൾ, കൂടാതെ 2025 ആറ്റൂർ ടർഫിൽ ടൂർണമെന്റ്. ഫ്രണ്ട്സ് FC 40 വയസ്സുള്ളവരുടെ ഫുട്ബോൾ കളി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മധ്യവയസ്സിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിലും ഫോക്കസ് നൽകുന്നു. ഞങ്ങൾ കണക്കാക്കുന്നത് ബാബുരാജ് ഇതിന് മുന്നേ എന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനത്തെ ഇതിനെ കുറിച്ച് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വരാറ് ഞങ്ങളുടെ നാട്ടില് ഞാനൊക്കെ ചെറുപ്പകാലത്തെ സമയത്ത് കാട്ടില് കശുവണ്ടി പൂക്കണ സമയത്ത് അവിടുന്ന് കശുവണ്ടി കട്ട് പറക്കി, ഞങ്ങളല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി പറക്കിയെടുത്ത് 50 രൂപയ്ക്കും 75 രൂപയ്ക്കും തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ മാച്ച് നടത്തും. ഒന്നുമില്ല, ഈ 50 രൂപയാണ് അങ്ങനെയുള്ള കാലത്ത് നമ്മൾ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒപ്പം നടന്നിട്ടാണ്. ഇവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടുന്നൊരു പൊറാട്ടി ഇറച്ചിയാണ്, അതാണ് അന്ന് കൊടുത്തിരുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് കളിയോടുള്ള ആത്മാർത്ഥയായിരുന്നു. അങ്ങനെ കുറെ കാലങ്ങൾ ഞങ്ങൾ വരവൂര്, ചെണ്ടം, കുണ്ടന്നൂര് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെല്ലാം പോയി കളിച്ച ആ ഓർമ്മകളാണ് എനിക്ക് പെട്ടെന്ന് വന്നപ്പോ മനസ്സിൽ വന്നത്. ഇപ്പൊ നമ്മളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കുറച്ചുകൂടിയൊക്കെ. അന്ന് അതൊന്നുമില്ല, കിട്ടണ ഇത് വെച്ച് ഷൂ ഒന്നും ഇല്ലാണ്ട് വെറും കാലം കൊണ്ട്
കളിച്ചിട്ടാണ് ജയിച്ചിരുന്നത്. ആ ഓർമ്മകളൊക്കെ ഇപ്പം എനിക്കിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. എന്തായാലും നിങ്ങളുടെ ഒപ്പം കൂടെ ചേരാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനോട് പരിശോധിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി.